ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് ഇലകളും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമൺ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ കുറച്ച് ചെറുപയർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് മുളപ്പിച്ചെടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊരു അരക്കപ്പ് ഉണ്ടാകും. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി പോവണ്ട, ഇതിൽ വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഇത് വേവുന്ന സമയത്തേക്ക് നമുക്ക് ആ വെള്ളം വറ്റി കിട്ടണം. പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത് കേട്ടോ. നല്ല ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമ്മളത് ഓഫാക്കി കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു കുറച്ച് ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കോവക്കയുടെ ഇലയാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ, കുമ്പളങ്ങയുടെ ഇലയാണ്. അപ്പോൾ അതധികം മൂക്കാത്ത നല്ല തളിര് നോക്കിയിട്ട് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ ഇതന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന ഏത് ഇലകളായാലും, മുരിങ്ങയുടെ ഇല ആയാലും മത്തൻ്റെ ഇല, അങ്ങനെ എന്ത് സംഭവമാണെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് ഇലയാണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ഇലയാണ് എടുത്തത്. ഒരു ടൈപ്പ് ഇല കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 എണ്ണം വേണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇലകളൊക്കെ നന്നായി കഴുകിയിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഇലകളും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇലകളും കോവക്കയുടെ ഇലയും ചീരയുടെ ഇലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 പച്ചമുളകും അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയ ജീരകം, ഇത്രയും ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതുപോലെ ക്യാരറ്റും കൂടെ ഇതിൽ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങനെയൊന്നും വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത്, അതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ചെറിയ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ഉള്ളി ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റും ഉണ്ടാകും, നല്ലതുമാണ്. നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇലകളൊക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് കുറയും കേട്ടോ, ഇലകൾ വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് ഇതിങ്ങനെ വാടി വരുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെറുപയറിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇലകളിലാണെങ്കിലും ക്യാരറ്റിലാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഉപ്പ് മതി, പെട്ടെന്ന് അധികമായി പോവും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വേവ് അധികമായി പോവരുത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് അരക്കരുത്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരു പച്ചമുളകും ചെറിയ ജീരകവും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ഒരു തേങ്ങയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു തേങ്ങയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഇട്ടിട്ട് 1 മിനിറ്റ് വരെയൊക്കെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ചെറുപയറെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുപയറും ഒരുപാട് വെന്തുടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയ്ക്ക് പകരം ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഊത്തപ്പം പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു മിക്സാണിത്.
പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്